നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. 51-ാം സങ്കീർത്തനം ദാവീദ് രാജാവിന്റെ ധാർമ്മിക പരാജയത്തിന്റെ മധ്യത്തിൽ ഉയർന്ന ഹൃദയനുറുക്കത്തിന്റെ പ്രാർത്ഥനാഗാനമാണ്. ഇത് ഒരു പരിഭവം പറച്ചിലല്ല, പ്രതിരോധമല്ല, തുറന്ന കുമ്പസാരമാണ്. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു എന്ന് ദാവീദ് പറയുമ്പോൾ അവന്റെ അധികാര ചിഹ്നങ്ങളും ആടയാഭരണങ്ങളും ഊരിവെച്ച് ദൈവമുമ്പാകെ ഒന്നുമില്ലായ്മയിൽ നിൽക്കുകയാണ്. ദൈവശാസ്ത്രപരമായി ഏതു പാപവും, അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, ദൈവത്തിന്റെ വിശുദ്ധി ചോദ്യം ചെയ്യുന്നതാണ്. ഹെബ്രായ ഭാഷയിൽ പാപത്തിനുപയോഗിക്കുന്ന പദങ്ങൾ ഹറ്റാത്ത്, പേശ, അയോൺ എന്നിവയാണ്. അർത്ഥം ലക്ഷ്യം തെറ്റുക, മറുതലിക്കുക, അപരാധം എന്നിങ്ങനെ. ദാവീദ് ഒന്നും മറക്കുന്നില്ല, തുറന്നു കുമ്പസരിക്കുന്നു. നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സൃഷ്ടിക്കണമേ എന്ന വാക്കിന് എബ്രായ പദം ബാറ എന്നാണ്. ദൈവിക സൃഷ്ടിയെ കുറിക്കുന്ന പദം. ദൈവമേ, എന്റെ കുറവ് പരിഹരിക്കണമേ എന്നല്ല ദാവീദ് പ്രാർത്ഥിക്കുന്നത്, എന്നെ പുതുതായി സൃഷ്ടിക്കണമേ എന്നാണ്. പാപമെന്നത് പുറമേ പറ്റിയ കറയല്ല എന്നും എന്റെ ഹൃദയത്തിന്റെ അവസ്ഥയാണെന്നും പുതുഹൃദയം സൃഷ്ടിക്കപ്പെടണമെന്നും ദാവീദ് ആഗ്രഹിക്കുന്നു. ഹൃദയം എന്നത് കേവലം വികാരങ്ങളുടെ ഇരിപ്പിടമല്ല, മറിച്ച് ചിന്തകളുടെയും തീരുമാനങ്ങളുടെയും ധാർമ്മികതയെയും നിയന്ത്രിക്കുന്ന ഇടമാണ്. എന്നെ നിയന്ത്രിക്കുന്ന ഹൃദയത്തെ പുതുതാക്കുവാൻ ദാവീദ് ആഗ്രഹിക്കുന്നു. സ്ഥിരതയുടെ ആത്മാവിനെ പുതുക്കുക എന്നത് അർത്ഥമാക്കുന്നത് ഒരു പുതിയ തുടക്കം എന്നതാണ്. അനുതാപം എന്നത് തെറ്റുകളെ ഓർത്തുള്ള സങ്കടം മാത്രമല്ല, ആത്മീയതയുടെ നവീകരണമാണ്. നോമ്പിന്റെ നാളുകൾ ഒരു ആത്മീയ ശസ്ത്രക്രിയയുടെ നാളുകളാണ്. അത് പുറമെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ളതല്ല, ഒരു ആധ്യാത്മിക രൂപാന്തരമാണ്. നമ്മുടെ വൈദ്യൻ സൗമ്യനാണ്, പ്രവർത്തനമോ ആഴത്തിൽ ഇടപെടുന്നതാണ്. അഹന്തയുടെ അണുബാധ നീക്കുന്ന രഹസ്യപാപങ്ങളുടെ വിഷഹാരിയാണവൻ. കർത്താവ് പുതുഹൃദയം സൃഷ്ടിക്കുന്നവനാണ്. 51-ാം സങ്കീർത്തനം പറയുന്നു, ദൈവത്തിന്റെ പ്രകടനപരതയല്ല നോക്കുന്നത്, നുറുങ്ങിയ ജീവിതാനുഭവമാണ്. നുറുങ്ങുന്ന ജീവിതം നിന്റെ പരിമിതിയല്ല, കൃപയ്ക്കുള്ള വാതിലാണ്. നമുക്ക് ചിന്തിക്കാം, ഞാൻ ഏത് പാപമാണ് ചെറുതായി കണ്ട് ന്യായീകരിച്ചത്? എവിടെയെല്ലാം സാഹചര്യങ്ങളെ പഴിച്ച് യഥാർത്ഥമായി അനുദപിക്കാഞ്ഞത്? ഞാൻ ദൈവത്തോട് എൻ്റെ പേരുദോഷം മാറ്റണമെന്ന് പറയുമോ, അതോ എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടണമെന്ന് പറയുമോ? നമുക്ക് പ്രായോഗികമാക്കാം. ഇന്ന് രാത്രി ഞാൻ 51-ാം സങ്കീർത്തനം ശാന്തമായി പ്രാർത്ഥനയോടെ വായിക്കും. 10-ാമത്തെ വാക്യം വ്യക്തിപരമായ തലത്തിൽ ചിന്തിക്കും. ശാന്തമായി എൻ്റെ പാപങ്ങൾ ദൈവത്തോട് പറയും. നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. എൻ്റെ നുറുക്കപ്പെടലുകൾ നിന്റെ കൃപയുടെ വാതിലായി തീരട്ടെ. ആമേൻ.